ഉണ്ണിച്ചേട്ടാ അതിലിപ്പോ ഇന്റർവ്യൂസിലൊക്കെ ഫോണേറിൽ നിന്ന് ഇപ്പൊ താഴോട്ട് വന്നൊരു ഫീലിംഗ് ഉണ്ട്. സിനിമ ഇറങ്ങിയ ആളുകളെല്ലാം എന്തൊക്കെയാണെന്ന് ഭീഷ്മർ അറിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഫീൽ ചെയ്യുന്നത്? സന്തോഷം. കാരണം സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അതന്നെ. പിന്നെ എല്ലാവരും പടം കാണുക. കുറച്ച് ദിവസം എയറിലായിരുന്നു, ഇറങ്ങിയില്ലേ? താങ്ക് യു. ചേട്ടാ തിയേറ്ററിൽ സിനിമയുടെ ഏറ്റവും അവസാനമൊക്കെ ആകുമ്പോഴേക്കും ധ്യാൻചേട്ടൻ ബുള്ളറ്റ് വരുന്ന ഒരു ഫൈറ്റ് സീനിലേക്ക് ഭയങ്കര കയ്യടി നിങ്ങളൊക്കെ തന്നെയല്ലേ നമ്മളെ ആൾക്കാർ, നമ്മളെ ഇടയിലുള്ള ഉണ്ടാകുന്ന തിയേറ്ററിലൊക്കെ അങ്ങനത്തെ ഒരു നായകന് കിട്ടുന്ന ഒരു ഗോസ്ബംസ് ഉണ്ടല്ലോ. അതൊക്കെ ഇന്ന് സ്ക്രീനിൽ കാണുന്ന ഫീലിംഗ്. ഞാനിങ്ങനെ ചമ്മലോടെ അല്ലേ എന്തായിരുന്നു എന്റെ നീ തൊട്ടടുത്തിരിക്കുന്നത്, എന്റെ ഒരു ഫീലിംഗ് എന്തായിരുന്നു? ഞാൻ മിസ്സിലടിച്ച പുള്ളി സമ്മതിക്കാറില്ല. അല്ല, എനിക്ക് ബബ്ബയിൽ ഇങ്ങനെ ഒരു കൈയടി കിട്ടിയിരുന്നു ഓൾറെഡി തിയേറ്ററിൽ. അപ്പൊ അതിന് അന്ന് ഇതേപോലെ എനിക്ക് തിയേറ്ററിൽ നിന്ന് കുറെ പേര് നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ, പിന്നെ അടുത്ത ഷോയിൽ ഉണ്ടായിരുന്നില്ല, നമ്മുടെ അടുത്ത ആൾക്കാരൊക്കെ തന്നെ ഭയങ്കര കൈയടിയായിട്ട് എനിക്ക് അന്ന് കുറെ വീഡിയോ ഒക്കെ അയച്ചാണ്. ഇന്ന് നേരിട്ടത് കാണാനുള്ള ഒരു അവസരം ഉണ്ടായി. ഒരുപാട് സ്നേഹം നിങ്ങളോട്. അതേപോലെ ഇപ്പം ഭീഷ്മർ എന്നൊരു തീം എടുത്തപ്പോ ട്രെയിലറൊക്കെ ഇറങ്ങാൻ സമയത്ത് ഇത് എന്താണ് എല്ലാവരും പറഞ്ഞത് ഒറ്റ രാത്രിത്തെ സംഭവമാണ്. അപ്പം ഇത് ഒരു ഫൺഫീൽഡ് ആയിട്ടൊരു ഇതാണ്, ഒരു എക്സ്പീരിയൻസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഇന്നത് പ്രേക്ഷകർ കണ്ടിരിക്കുകയാണ്. അപ്പം എന്താണെന്നും എന്താ ചേട്ടൻ ക്യാരക്ടർ ആണെങ്കിൽ ആദ്യമേ എന്ന് വിചാരിക്കും കുറച്ച് ഒരു വില്ലൻ ഇതായിരിക്കാം, പിന്നെ അത് ഹ്യൂമറായിട്ട് മാറുന്നു, പിന്നെ അത് എൻ്റയർലി വേറെ ലെവലിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. അപ്പൊ ഇത് കേട്ട സമയത്ത് എങ്ങനെയാണ് പ്രേക്ഷകർ എടുക്കാന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു? അല്ല, നീ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ് അതിന്റെ എന്നെയും എക്സൈറ്റ് ചെയ്യിച്ചൊരു ഘടകം. അത് അങ്ങനെ തന്നെ മനസ്സിലായല്ലേ? താങ്ക് യു. ഓക്കെ. ഞാൻ ചേട്ടാ ഈ അവസാനം ഈ ഫൈറ്റില് ഇപ്പൊ ലാലേട്ടൻ കാല് മുക്കി അടിക്കണൊക്കെ നമുക്ക് ഭയങ്കര എന്താ കോരിത്തിരിപ്പിക്കുന്ന പോലത്തെ രംഗങ്ങളാണ്. അപ്പൊ അതേപോലത്തെ രംഗങ്ങളൊക്കെ ചേട്ടന്റെ കാല് മുക്കി അടിയൊക്കെ കണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? ഫൈറ്റിന് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടിയുണ്ടോ അതോ പെട്ടെന്ന് പഠിച്ചെടുത്തോ കാര്യങ്ങളൊക്കെ? വളരെ പെട്ടെന്നായിരുന്നു. അതെ, സാറിനെ പേടിച്ച് ചെയ്ത അത് വേറെ. ഞാൻ എന്ത് സംഭവം വെച്ചാൽ ഞാനിതിന് മുന്നേ വരുന്നതിന് മുന്നേ സാറിനോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു വെയിറ്റ് കുറച്ചിട്ട് വരണം എന്നുള്ളത്. അപ്പോ ഇവൻ വെയിറ്റ് കുറച്ചിട്ട് വന്നു, പക്ഷെ 5 കിലോ കുറച്ചു. ഞാൻ സാറിനോട് ചോദിച്ചു, ഇങ്ങനെ സാറ് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ആക്ച്വലി 5 കിലോ കൂടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി സാറ് ഓക്കെ ആണ് എന്ന് പറഞ്ഞു. പിന്നീട് ഈ ഫൈറ്റ് വന്ന സമയത്ത് എനിക്ക് ഓൾറെഡി കാല് ലുക്മാൻ വളയിലൊരു ചവിട്ടി ഒട്ടിയിട്ട് കയ്യില് പ്ലേറ്റ് ഇട്ടിരിക്കുക. ഇവിടെ മുട്ട് ഇതേപോലെ ചെറുങ്ങനെ തേയ്മാനം സംഭവിച്ച് മുട്ടിനും പ്രശ്നമുണ്ട്. അപ്പം ഈ പൊക്കിച്ചവിട്ടുക എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒറ്റക്കാലിൽ പൊട്ടി ചവിട്ടുമ്പോഴേക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇത് വരും. കാരണം പക്ഷെ സെന്തിൽ സഹകരിച്ചു. അപ്പം വലിയ ഇതില്ലാതെ അടികൊണ്ട് സെന്തിലങ്ങ് പോയി. അപ്പൊ അധികം ചവിട്ടേണ്ടി വന്നില്ല. ആ ഒറ്റ ചവിട്ട് തന്നെ ഏകദേശം ഓക്കെ ആയിരുന്നു. ഫൈറ്റ് പിന്നെ നമ്മൾ ഫീനിക്സ് ആയിരുന്നില്ലേ? ഫീനിക്സ്, അതെ അതെ. അപ്പൊ ഫീനിക്സുമായിട്ട് ഓൾറെഡി കുറെ പടങ്ങൾ ഫൈറ്റ് ചെയ്തത് ഉള്ളതുകൊണ്ട് ഫീനിക്സുമായിട്ട് നല്ല സിങ്കാണ്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഇതൊന്നുമില്ല. ഞാൻ അങ്ങനെ അധികം പടങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടില്ല. ഇതൊന്നും ഒരേ മുഖത്തിലൊക്കെ അവസാനത്തെ അതും വിട്ടുകൊണ്ട് ചാവുന്ന അവസാനം മാത്രമേ ഉണ്ടാവും. ഫൈറ്റ് പിന്നെ ചെയ്തു പോകുമ്പോ അങ്ങനെ രസമാണ്. പക്ഷെ ഫിറ്റ്നസ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായേനെ. അതെ, എന്നുവെച്ചാൽ കുറച്ചുകൂടെ ഒരു ആരോഗ്യം കുറച്ചുകൂടെ ഒന്ന് ഫിറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായേനെ. പക്ഷെ എനിക്ക് ഇഷ്ടമായത് ഉണ്ണിയുടെ ഫൈറ്റാണ്. ഉണ്ണി മറ്റേ കോളേജിൽ ക്യാൻറ്റീനിലൊരു LKG കുട്ടീനെ അടിച്ച് മുടിക്കുന്നുണ്ട്, ചെറിയൊരു കുട്ടീനെ. അതിൽ ഉണ്ണിയുടെ അടി അതൊരു കമ്പെടുത്ത് വിരട്ടി വിട്ടാൽ മതിയായിരുന്നു. സാറാ ഫൈറ്റ് വേണ്ടെന്ന് പറഞ്ഞ് ഉണ്ണി നിർബന്ധിച്ച് വെച്ച ഫൈറ്റാണ്. പൈസ കൊടുത്ത് ഉണ്ണി ഇറക്കിയതാണ് ഫൈറ്റ്. അവിടെ ഒരു ഫൈറ്റിന്റെ അവനെ ഓടിച്ചു വിടുന്ന കേസിൽ ഉണ്ണി
ഉണ്ണിയേട്ടൻ. ഈ ഫൈറ്റ് കാണുമ്പോഴേ മൊയ്നുകളോ ഫൈറ്റില് ചേട്ടന് ചെയ്യാൻ പറ്റുന്ന ഒരു എന്നെ ഇങ്ങനെ സിംഗിൾ പീസിൽ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇല്ലടാ, ഞാൻ ഈ ഫൈറ്റ് ഒന്നുമില്ല. നീള ഫൈറ്റിനാരും വിളിക്കാതിരിക്കാനാണ് പൊട്ടുപോയി കയ്യിലാന്നൊക്കെ പറയണത്. അല്ല, അത് മറ്റേ ഇതിനകത്ത് വളരെ ചെറിയൊരു അടി, നല്ലൊരു അടി കിട്ടി അവന്റെ നല്ല ചവിട്ടും ഇതൊക്കെയാ. ഇന്നത്തെ പുതിയ തലമുറ എല്ലാവർക്കും ഭയങ്കര ആവേശം കൂടുതലാണ്. ഞാൻ ലുക്മാൻ അന്ന് ജിംഖാന വേണ്ടിട്ട് വരുന്ന വഴിയാണ്, അവനെന്റെ നെഞ്ചത്താണ് അത് ഫൈറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാഗ്യം ഉണ്ണിക്ക് എന്റെ കൂടെ, ഉണ്ണിയുടെ കൂടെ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ ഉണ്ണിയുടെ മുന്നിൽ ഞാൻ നിഷ്പ്രഭമായി പോയത്. പിന്നെ സെന്തില് ഭയങ്കര കറക്റ്റ് ആയിരുന്നു. സെന്തില് ഭയങ്കര ടൈമിങ്ങും, സെന്തില് അടി കൊള്ളാൻ ആവേശം മൂത്തിട്ട് സെന്തില് ഇങ്ങനെ കയറി വരും. സെന്തില് ആ ഭാഷ നമ്മുടെ അടുത്ത് തീർത്തു. ആ അതെ 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 അതെ. ഷാജുവിന്റെ അടുത്ത് 2 ചവിട്ട് കിട്ടിയല്ലോ. അതെ അതെ അതെ. മറ്റേ മുഴുതിയുള്ള ഫൈറ്റ് ഒന്നും നമ്മൾക്ക് കോമഡി ഇതൊക്കെ മതിയുടെ. പിന്നെ എന്നെ ഇൻസ്പയർ ചെയ്തൊരു പടം ഉണ്ട്, ഇടിയൻ ചന്തു. ഇടിച്ചില്ല, ആരെ കൊണ്ടും പറ്റുമെന്ന് എനിക്ക് തോന്നിയത് ഈ സിനിമയുടെ കുറച്ച് കണ്ടത്. ഞാൻ ചേട്ടാ അതുപോലെ ഭീഷ്മരുടെ കൂടെ മല്ലിടാൻ നിൽക്കുന്നത് ഇപ്പൊ നമ്മുടെ ദുരന്തർ 2-ഉം ആടുമാണ്. ഏതാ മല്ലിടാനായിട്ട് പിടിച്ചു നിൽക്കുന്നത് ദുരന്തർ 2-ഉം ആടാണ് പിടിച്ചു നിൽക്കുന്നത്. ഇതേ ചോദ്യം നിങ്ങളെ ദുരന്തർ 2-ന്റെ ആൾക്കാരോടും അവരോടും ചോദിക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലേ? ഓക്സിജൻ റിലീസ് മാറ്റിയില്ലോ പേടിച്ചിട്ട്. അത് നമ്മുടെ സാറ് തന്നെ പറഞ്ഞു, നമ്മുടെ പേടിച്ചങ്ങ് മാറ്റിയത്. അതുകൊണ്ട് ചായറോട് റെഡിയാണ്, കരിപ്പോടെ കഴിച്ചിട്ട് പോകണം. അതെ, അത്തരം തമാശകളൊക്കെ സാർ ആദ്യം തന്നെ കട്ട് ചെയ്തു. ഞങ്ങള് അത് വേണ്ട, അതുകൊണ്ട് ഞങ്ങള് അത് പേപ്പറിലുള്ളതും സ്ക്രിപ്റ്റിലുള്ളതും തമാശകളല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു തമാശ, കാരണം സ്ക്രിപ്റ്റ് തിരുത്താൻ ശ്രമിച്ചെങ്കിലും ഞാനത് അനുവദിച്ചില്ല. ചിലർ ഒരു ചില കോമ്പോസ് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കോമ്പോകളുണ്ട്. ഇപ്പൊ യൂത്തിലാണെങ്കിൽ നെസ്ലിൻ മാത്യു കോമ്പോ, അതുപോലെ സീനിയേഴ്സിലാണെങ്കിൽ പറഞ്ഞ പോലെ ലാലേട്ടൻ മമ്മൂക്ക കോമ്പോ, അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് കോമ്പോസ് ഉണ്ട്. ഇപ്പം ധ്യാൻ ചേട്ടൻ ഇപ്പൊ അന്ന് ലാസ്റ്റ് സ്മിനി ചേച്ചിയായിട്ട് കഥാപാത്രം ചെയ്തപ്പോൾ ഇതേപോലെ ഒരു കോമ്പോ ആളുകൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക്. അപ്പൊ അതേപോലെ ഒരു സിനിമകളായിരിക്കും ഇനി എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് തന്നെ കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. ഇപ്പൊ തുടങ്ങാൻ പോകുന്ന അങ്ങനെ ഒരു കോമ്പോല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കോമ്പോലാണ് ഫസ്റ്റ് സിനിമ. അതിന് ഫോളോ ചെയ്യുന്ന സിനിമയും വേറൊരു കോമ്പോലാണ്. അപ്പൊ അങ്ങനെയുള്ള മെയിൻ സ്ട്രീം ആൾക്കാരെ വെച്ചിട്ട് തന്നെയുള്ള, പക്ഷെ ആദ്യം ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് കോമ്പോയിലുള്ള ഒരു സിനിമയായിരിക്കും ഹ്യൂമർ. താങ്ക് യു. രാജുവിന് 2 വർഷത്തേക്ക് സിനിമകളും 1.5 വർഷത്തേക്ക് സിനിമകളുണ്ട്. എല്ലാരും കണ്ടിരുന്നു, കഥ പറഞ്ഞിരുന്നു, എല്ലാവരുമായിട്ട് സിനിമയുണ്ട്. അതിങ്ങനെ വഴി വരും. ഞാൻ അനൗൺസ് ചെയ്യുമ്പോൾ അറിയാലോ. ധ്യാൻചേട്ടനെ സമീപിക്കാൻ എളുപ്പമാണ്, മുൻനിരയിലുള്ള ആക്ടേഴ്സിനെ സമീപിക്കാൻ ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ആണ്. അപ്പൊ ധ്യാൻചേട്ടനെ സംബന്ധിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ഇവരൊക്കെ ഡേറ്റ് കിട്ടുക, അല്ലെങ്കിൽ ഇവരെ കൺവിൻസ് ചെയ്ത് ഡേറ്റ് ബ്ലോക്ക് ചെയ്യാന്ന് പറയുന്ന ആ ഒരു പ്രോസസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഞാനിപ്പോ ഈ കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ ഒരു മൾട്ടിപ്പിൾ സിനിമകൾ, 3-4 സിനിമകളായതൊക്കെ തന്നെ അവരുടെയൊക്കെ സമയം, കാരണം ഒന്ന് അവരുടെ തിരക്കും അവരുടെ ഷൂട്ടും ഒക്കെ നമ്മൾ നോക്കണം. അപ്പൊ നമ്മള് മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ആണ് നമ്മൾ ലോഞ്ച് ചെയ്യാന്ന് വെച്ചത്. ഞാൻ അച്ഛന്റെ പിറന്നാളിന് ലോഞ്ച് ചെയ്യാന്ന് വെച്ചാൽ April 4-ന്. പിന്നെ അത് ഇലക്ഷനും ഇതും പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ നീട്ടി വെച്ചു. ഇപ്പൊ ഓഗസ്റ്റിലൊക്കെ ഉള്ളൂ നമ്മള്, ആ സമയമാകുമ്പോഴേ ഉള്ളൂ. അടുത്ത വർഷം തുടക്കത്തിലേ ഉള്ളൂ സിനിമ. അപ്പോൾ
ലോഞ്ച് ചെയ്തിട്ടും പ്രത്യേകിച്ച് കുറെ സിനിമകൾ ലോഞ്ച് ചെയ്തുകൊണ്ടും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാം പല പല ഡയറക്ടേഴ്സും നമ്മുടെ കൂടെയുള്ള തന്നെയുള്ള പലരുടെയൊക്കെ സിനിമ. അപ്പൊ ഈ കഴിഞ്ഞ 3 മാസത്തില് ബ്രേക്ക് എടുത്തു. അപ്പൊ അതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലിപ്പോ നമ്മുടെ മെയിൻ സ്ട്രീമിലെ ഒരു 3-4-5 പേരുടെ സിനിമകൾ നമ്മൾ സംസാരിച്ച് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.